ഇപ്പൊ ഞാൻ പറയട്ടെ, ഹരിഹർ നഗർ എന്ന് പറഞ്ഞ പടം ഞാൻ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എടുത്തപ്പോ ജഗദീഷ് ശരിക്ക് പഴയ അപ്പുക്കുട്ടന്റെ പടത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. അതിനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലോ വേണ്ടത്, ജഗദീഷിന്ന് വരണ്ടേ. ഈ ട്രോളുകൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാൽ സാറിന് ദേഷ്യം വരാറുണ്ടോന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെ കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് രസിക്കാനും പറ്റുന്നില്ല, ചിലതൊക്കെ നമുക്ക് ഒരു വിഷമം കിട്ടും. പക്ഷെ അതിനുശേഷം സിദ്ദിഖും പടം ചെയ്തിട്ടുണ്ട്, ഞാനും പടം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പേര് ചെയ്തേക്കുന്ന പടങ്ങളിലും മിസ്സിംഗ് എലമെന്റ് ഉണ്ട്, അത് നഷ്ടം തന്നെയാണ്. ജയരാജ് സാറിൻ്റെ, സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം അതിനു മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സിനിമ നമ്മൾ ഏറ്റെടുത്തെങ്കിൽ അത് കൃത്യമായിട്ട് അത് ചെയ്യണം. പിന്നെ അവർക്ക് നീ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ കാശ് പറഞ്ഞ് മേടിച്ചെടുക്കണം. തരാമെന്ന് പറഞ്ഞ പൈസ മേടിച്ചെടുത്തോളൂ. ഒരുപാട് പേര് കന്മതത്തിനെ പറ്റി എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാനത് വളരെ മോശമായിട്ട്. പക്ഷെ അതിന് ഒരുപാട് ഒരുപാട് ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. അതായത് നല്ല ഡെപ്തുള്ള, പവർഫുള്ളായിട്ടുള്ള, ഹീറോയിസമുള്ള, പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ ഉപയോഗിക്കാതെ പോയ ഒരു മണ്ടനായിരുന്നു ഞാൻ അന്ന് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ട്രോളുകളും ആ ജുബ്ബ ഇട്ടിട്ടുള്ള നിപ്പും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ, എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പോകുന്ന ഒരാൾ അത് കാണാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. അത് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും ഹരിശ്രീ അശോകൻ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഈ ട്രോളുകളിലൂടെ ഞാൻ എൻ്റെ കഥാപാത്രത്തെക്കാളും ജീവിക്കുക എന്നുള്ളൊരു തോന്നൽ. നമുക്ക് സിനിമകൾ കുറയാ നേരത്ത് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും. എങ്ങനെ എനിക്ക് സിനിമ ഇല്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അത് കൂടുതൽ സന്തോഷം തോന്നാൻ കാരണം ഒരിക്കൽ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ ജയരാജ്, ഷാജി കൈലാസ് ഇവരൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീയൊന്നും സിനിമയില്ലെങ്കിൽ നിന്നെ മറക്കൂല, കാരണം നീ ചെയ്തു വെച്ച വേഷങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തെ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഈ ട്രോളുകൾ വരാൻ തുടങ്ങിയൊരു കാലഘട്ടത്തിന് മുമ്പാണ് ഇത് പറഞ്ഞത്. ട്രോളുകൾ വന്നപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും സിനിമയില്ലാതെ ഇനി വിഷമിക്കണം. എന്തിനാണ്? സിനിമ ശരിക്കും ഒരു ഇൻകമാണ്. അതിലൂടെ നല്ല വേഷങ്ങളും ചെയ്യാൻ പറ്റുക, അത് ഒത്തു കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇൻകത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല നല്ല വേഷങ്ങൾ വന്നാൽ ചെയ്യാം. പക്ഷേ അതിലൂടെ കിട്ടുന്ന വേഷങ്ങൾ ജനങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സുഖവും സന്തോഷമൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ട്രോളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോഴും വേഷങ്ങളില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളിനി മരിച്ചു പോയാലും ശരിയാണ്, നമ്മളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. അതുപോലെ ലാൽ സാറിൻ്റെ ട്രോളുകളാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ ഐഡൻറ്റിറ്റി നിങ്ങളുടെ 3 പേരുടെയും പ്രത്യേകതയാണ്. ശബ്ദം കൊണ്ട് തിരിച്ചറിയാം. വേറൊരാൾ ഡബ് ചെയ്യുകയോ നിങ്ങളുടെ തമാശകൾക്ക് വേറൊരാളുമായിട്ട് ചേർന്നിട്ടുള്ളതല്ല നിങ്ങളുടെ തമാശകൾ. ഇപ്പോൾ ലാൽ സാറിൻ്റെ പല ട്രോളുകളും കണ്ടുവരുമ്പോൾ ചില സമയത്തൊക്കെ അത് സ്ത്രീകളുടെ ഇതൊക്കെ വെച്ചും ഡ്രാമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ കാണും. അപ്പോൾ ഈ ട്രോളുകൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാൽ സാറിന് ദേഷ്യം വരാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ദേഷ്യമല്ല, രസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നുണയുടെ അംശം ഉണ്ടാകും. കാരണം അങ്ങനെ അങ്ങോട്ട് രസിക്കാനൊന്നും പറ്റുന്നില്ല, ചിലതൊക്കെ നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷെ സന്തോഷിക്കാറുണ്ട്. സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ആയതുകൊണ്ടിട്ടാണ് നമ്മളെ പറ്റി ട്രോള് വരുന്നത്. നമ്മളൊന്നുമല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ട്രോള് വരില്ല. ഒരു ട്രോൾ ഉണ്ടാക്കുന്നവൻ ഒരു സംഭവം ഇടുന്നുണ്ടെങ്കിൽ അത് ഇയാളെ വെച്ചിട്ട് നമുക്ക് ഇത് ഇടാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ആയതുകൊണ്ടാണ്. പിന്നെ ഈ ഗൗരവം തോന്നും. ഞാനൊക്കെ ആദ്യമൊക്കെ കരുതിയിട്ടുണ്ട് ഈ വലിപ്പം. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്, കുറച്ചും കൂടിയൊക്കെ തടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തടിയും വലിപ്പമൊക്കെ ഉള്ള പറ്റിയ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ദ്രൻസിൻ്റെയും ഈ അശോകൻ്റെയൊക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നത്, ഇവരുടെയൊക്കെ ചെറിയ ശരീരത്തിന് ഈ ചെറുതാകും തോറും അതിനകത്ത് ദുരൂഹതകൾ കൂടുതലാണ്. ഇന്ദ്രൻസൊക്കെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ ഏതൊരു പടത്തിന് ജഡ്ജായിട്ടൊക്കെ വരുന്നില്ലേ. അപ്പോൾ ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻസൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര അക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡ്ജായിട്ട് വന്നപ്പോഴാണ് അയാൾ ശരിക്കും റിയൽ ജഡ്ജ് അവിടെ ഇരിക്കുന്നു. അയാൾ എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാമെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന പേടിയുണ്ടാക്കും. കാരണം ഇതൊരു ചെറിയ രൂപമാണ്. ഈ വലിയ രൂപമുള്ളവർക്ക് പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ, ഇയാൾ ചിലപ്പോൾ കയറി ഇടിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ബലവും ശക്തിയൊക്കെ അല്ലാതെ മറ്റേതിനുള്ള ചെറുതിൻ്റെ ഈ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ ചെറുത് നിസ്സാരമല്ല. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ്റെ ആദ്യകാലങ്ങളിലെ
ട്രോളുകളും ഒക്കെ വന്നിരുന്നത് പലപ്പോഴും ബോഡി ഷേമിങ്ങിൻ്റെ ഒരു ബോർഡറിൽ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അമ്മ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ മെലിഞ്ഞിട്ടിരുന്നിട്ട് അമ്മയെ നീർക്കോലി, മുരിങ്ങാക്കോല് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വലിയ സങ്കടമാണ് കോളേജിലും സ്കൂളിൽ 11th 12th ഒക്കെ ഈ സാരി അന്ന് തൊട്ട് ഉടുത്തു പോയതൊക്കെ. അപ്പം ഇന്ദ്രൻ ചേട്ടനെ കൊടക്കമ്പി, അന്ന് മെലിഞ്ഞ ആളുകളെ വിളിക്കണം, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ ചിരിച്ചെടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടിലിപ്പം ശാന്തകുമാരി ചേച്ചിയൊക്കെ ആണെങ്കിലും ചേച്ചിക്കൊക്കെ വിഷമം വന്നിട്ടുണ്ടോ? എൻ്റെ ഭർത്താവിന് ഇവരിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുക. എന്തെങ്കിലും ഒരു രൂപം കിട്ടിയാൽ അത് രക്ഷപ്പെട്ടു, അങ്ങനെ നിൽക്കുകയല്ല. അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. തന്നെയല്ല, അതൊക്കെ തിരിച്ചറിയാറായിരുന്നു. അപ്പോഴേക്കും ഈ സിനിമാക്കാരുടെ കൂടെ നടന്നും പരിചയിച്ചൊക്കെ അതൊരു ക്യാരക്ടറിൻ്റെ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു. മോളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മയുടെ അടുത്ത് പരാതി പറയും. അയാളങ്ങനെ, ഞാൻ അയാളുടെ ഫാദറിനെ ഒന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, അയ്യോ അപ്പോൾ അത് അവർക്കൊക്കെ അങ്ങനെ വിഷമം തോന്നിയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ സത്യമായിട്ടും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ആണെങ്കിൽ തമാശകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ കൊച്ചിൻ ഹനീഫ ചേട്ടൻ്റെ കൂടെയാണെങ്കിലും സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ CID മൂസ ഏത് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടറിനെ കളിയാക്കുന്ന ഒരുപാട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് ഇപ്പം നമ്മളെല്ലാം എടുക്കുന്നതിനെ ഒരു ബോഡി ഷേമിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് റോളുകൾ പറയുക. അതായത് ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിനെ കളിയാക്കുകയാണെന്നും അതൊരു സിനിമയാണെന്നും മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിലേക്ക് ആളുകൾ മാറുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ ഇത്രയും വേഴ്സറ്റൈലായിട്ട് ഇത്രയും റോളുകളും അങ്ങനത്തെ റോളുകളും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്താണ് ആളുകൾക്ക് മനസ്സിലാവാത്ത, ഇതൊരു സിനിമയല്ലേ, ഇതിനെ തമാശയായിട്ട് എന്താ എടുക്കാൻ പറ്റാത്ത, അതിൽ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അത്ര ഉള്ള അതിൽ മറുപടി. അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണത്. അങ്ങനെ ചിന്തിച്ചാൽ എടുക്കാത്ത കാര്യമുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അല്ലാതെ നമ്മൾ അതിനെ ഭയങ്കര സീരിയസ് ആയി, ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണത്. അത് ആ സമയത്ത് കണ്ട് ആസ്വദിക്കാമല്ലോ. അതിനെ തൂങ്ങി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അല്ലാതെ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ബന്ധത്തിൻ്റെ സംഭവം കിടപ്പുണ്ട്. അതാണ് പലരും മറന്നു പോകുന്നത്. ബോഡി ഷേമിങ് നല്ല കാര്യമാണെന്ന് പറയുന്നതല്ല, മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാനും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യ എന്ന് കരുതുക, ഭാര്യയെടുത്ത് ഞാൻ ബോഡി ഷേമിങ് രീതിയിലുള്ള വർത്തമാനങ്ങൾ തമാശയിൽ കൂടി പറയുന്നത് കേട്ടിട്ട് അത് ബോഡി ഷേമിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു രസകരമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെടുത്ത് അത് ആ റിലേഷൻ്റെ കാര്യം വരുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. നീ കള്ളനാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കള്ളനാണെന്നല്ല അതിനർത്ഥം. അല്ലെങ്കിൽ നീ എന്തൊരു തടിയാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിയെ കളിയാക്കലല്ല ആ സമയത്തുള്ള ആ റിലേഷൻ്റെ. ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേനും വല്ലാണ്ട് തടിച്ചു പോകട്ടെ, എന്തൊരു തടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടാത്, അത് ബോഡി ഷേമിംഗ് ആണ്. പക്ഷെ അതല്ലാത്ത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധങ്ങളുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അവർ തമ്മിൽ പറയുന്നതിനകത്ത് എന്താ തെറ്റ്? അതിനകത്തൊരു കളിയാക്കലില്ല. അതിനകത്തൊരു ഹ്യൂമറിൻ്റെ ഭാഗമുള്ളൂ. ഇപ്പോൾ സിനിമയിലുള്ള രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ അതിനെ ബോഡി ഷേമിംഗ് എന്നും കൊണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് പ്രയാസമുള്ളൂ. അത് ബോഡി ഷേമിംഗ് അല്ല, അവർ തമ്മിലുള്ള റിലേഷൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മളപ്പോൾ അതിനകത്ത് കൂടി ചിലപ്പോൾ പറയുന്നത് അവർ തമ്മിൽ എന്തൊരു ഫ്രണ്ട്സാണ്, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എന്തോ അക്രമമാണ് പറയുന്നത്. പക്ഷെ അവർ തമാശയായിട്ട് എടുത്തു എന്ന് പറയുന്നത് അവരുടെ ബന്ധത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കുക. ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോഴേ അതിനകത്ത് കുഴപ്പമുള്ളൂ. ചേട്ടാ, അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അതിലൊരു അതിർത്തി വരയ്ക്കണം എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഈ സിനിമകളിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ചർച്ചയാവുന്നൊരു വേളയിൽ നമ്മൾ ഇപ്പം ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇപ്പോൾ ക്യാരക്ടർ എഴുതുമ്പോൾ, എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞത് ഞാനിപ്പോൾ 100 തവണ ആലോചിച്ചിട്ടാണ് ഒരു സീൻ എഴുതുന്നത്, ഇത് കറക്റ്റായിട്ട് വരുമോ, ഇത് ആളുകൾ എങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത് അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിലൊരു ബോർഡർ വരയ്ക്കണം അങ്ങനത്തെ ചിന്തയിൽ അഭിനയിക്കാനായിട്ട് പോയിട്ടുണ്ടോ? ഈ ഇത്തരം ഇല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഡിസ്കസ് ചെയ്യും. ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ, ഇത് കുഴപ്പമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സീനില്ല. അപ്പം നമ്മൾ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പറയണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കുഴപ്പമില്ല എന്നപ്പോൾ അവർ വിവരിച്ച് തരും. ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന സീനുകളിൽ ഇങ്ങനെ ഇതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ കാരണം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ മനഃപൂർവ്വം കളിയാക്കുന്ന പോലെ അങ്ങനൊന്നുമല്ല ചെയ്യുന്നത്. അത് ഈ നേരത്തെ ലാല് പറഞ്ഞല്ലോ, ആ റിലേഷൻ വെച്ചിട്ട് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് അങ്ങനെ എഴുതുന്നത്. അല്ല ഒരാളെ വെറുതെ കണ്ടിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു പരിചയമില്ലാത്ത ഒരു തടിയനെ കണ്ടിട്ട് എന്ത് തടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിഷമം തോന്നും. അപ്പോൾ ഇത് കഥാപരമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് റൈറ്റർ പറയും.
അല്ലെങ്കിൽ ഡയറക്ടർ പറയുമ്പോൾ നമ്മളത് പറയുന്നു. നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴേ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തമായിട്ട് കേൾക്കുക, അതിൻ്റെ ഡയലോഗ്സ് കേൾക്കുക, എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. അത് കമ്മിറ്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കാനും നിന്നില്ല, എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ അവർ പറയുന്ന അനുസരിച്ചേ പറ്റുള്ളൂ നമുക്ക്. അതല്ല ആ സമയത്താണ് നമുക്ക് തോന്നിയെങ്കിൽ പോലും അത് കുഴപ്പമാണോ എന്ന് ചോദിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പറയാൻ ബാധ്യസ്ഥനാണ് നടൻ. അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ഡയലോഗുകൾ പറയാനായിട്ടല്ല അവിടെ ചെല്ലുന്നത്. നമ്മൾ ചെല്ലുന്നത് ഒന്നില്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് കേട്ടിരിക്കണം. അതല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ അനുസരിച്ചേ മതിയാവുള്ളൂ. ഞാൻ എത്ര പടങ്ങൾ സംവിധാനം ചെയ്ത ആളാണെങ്കിലും എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണെങ്കിലും ഞാനിപ്പോൾ വരുന്ന പുതിയൊരു ഡയറക്ടർ പടത്തിന് അഭിനയിക്കുമ്പോഴും ഞാൻ അയാളെ സാറേ എന്ന് വിളിക്കാറുള്ളൂ. അയാൾ പറയുന്ന അനുസരിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ പറയും അത് ഇങ്ങനെ ആക്കിയാൽ കുഴപ്പമുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞില്ല, അതാ വേണ്ട ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയും ഞാൻ. എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യം തന്നെ ഇവർക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾ എന്താണെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിയല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞേക്കൊണ്ട് നമുക്ക് ഈ പടത്തിൻ്റെ ടോട്ടാലിറ്റിയെ പറ്റി അറിയില്ല. ആ ഒരു സീൻ വെച്ചിട്ടാണ് നമ്മൾ കയറിയിട്ട് അഭിപ്രായം പറയുന്നത്. അവരുടെ മനസ്സിലായിരിക്കണം ഈ ടോട്ടാലിറ്റി മൊത്തം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ട ഡയറക്ടറും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മളൊരു സീനിൽ ഇംപ്രവൈസ് ചെയ്യാൻ നേരത്ത് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഐഡിയയിൽ വരികയാണെങ്കിൽ പോലും അത് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും സജഷൻസ് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടേ നമ്മൾ പറയാറുള്ളൂ. മിഷ ഇത് പറഞ്ഞോ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പറയാറില്ല. അത് ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രയോഗം അവിടെ അത് പറയാൻ പറ്റിയതാണോ എന്ന് മാത്രം അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ആ ടോട്ടാലിറ്റി അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സീൻ വൈസ് ഇവർക്ക് അറിയാം, കംപ്ലീറ്റ് ഡയലോഗൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞതിന് ശേഷമേ പറയാറുള്ളൂ. അത് വേണമെങ്കിൽ അത് സ്വീകരിക്കും. ഹരിശ്രീ അശോകൻ ചേട്ടനെ ആകുമ്പം സലിം കുമാർ ചേട്ടനായിട്ട് കൊച്ചിൻ ഹനീഫ ചേട്ടനായിട്ട് ഇവരെല്ലായിട്ടും ഒരുപാട് ഉഗ്രൻ കോമ്പിനേഷൻ സീനുകൾ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ആ ഇപ്പം CID മൂസയൊക്കെ വന്നു കഴിയുമ്പോൾ മൂക്കിൽ ഇത് ഒട്ടിച്ച് വന്നിട്ടുള്ള ഇതും വണ്ടി ഓടിച്ച് പോകുന്നതും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുമ്പോൾ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഈ കോമ്പിനേഷൻ സീൻസ് ഇല്ലെങ്കിലത്തെ എൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, എൻ്റെ അതിൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത ആയിരിക്കും? അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. സിനിമ നടക്കുമ്പോഴും നമ്മൾ ആദ്യം കഥ കേൾക്കുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ സ്വീകരിക്കുള്ളൂ. തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാം ഞങ്ങൾ ചെയ്തും പോകും. മനസ്സിലായില്ലേ? അതല്ല, നമ്മൾ സിനിമ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സീൻ എടുക്കാൻ നേരത്ത് നമ്മളതിന് ഒന്ന് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്താലോ എന്ന് ഡയറക്ടറോട് ചോദിക്കും. എന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യണം. അതില്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങോട്ട് ഇല്ലാതെ അങ്ങനെ ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല.